ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഇക്വേഷൻ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാനം, പ്രോമിസ് ഓഫ് ഗോഡ് പ്ലസ് ഫെയ്ത്ത്, നമുക്ക് ദൈവം തന്നേക്കുന്ന വിശ്വാസം. പത്രോസ് പറഞ്ഞു ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിശ്വാസമല്ല കേട്ടോ. ഡോണ്ട് ട്രൈ ടു മാനുഫാക്ചർ faith, but we can receive faith because it's God's attribute and it's His gift. ദൈവം തരുന്ന ദാനം, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് നമുക്ക് തരുന്നു. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്യുമ്പം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് അതിന് കൂടെ വിശ്വാസം മിക്സ് ചെയ്യണം. അത് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് വിശ്വാസമായിട്ട് അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ ആ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വാസമായിട്ട് മിക്സ് ചെയ്യും. ഇത് രണ്ടും കൂടെ ചേർക്കണം, എങ്കിൽ മാത്രമേ മിറക്കിൾ നടക്കത്തുള്ളൂ. അപ്പോൾ പ്രോമിസ് പ്ലസ് ഫെയ്ത്ത് ഈസ് ഈക്വൽ ടു മിറക്കിൾ. മറന്നുപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്ലസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് നമുക്ക് ദൈവം നൽകുന്ന വിശ്വാസം. യെസ്, ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ആമേൻ ഈസ് ഈക്വൽ ടു മിറക്കിൾ. രണ്ട് എക്സാമ്പിൾ. ഒന്ന്, പത്രോസ് വെള്ളത്തിന് മീതെയാണെന്ന് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്നൊരു റെവലേഷൻ കേട്ടോ. എന്നോട് ആരും പറഞ്ഞതെന്നല്ല, ഒരിക്കൽ പരിശുദ്ധാത്മ നേരിട്ടെന്ന റെവലേഷൻ. കുറേ വർഷം മുമ്പ്, ഇത് 2013-14 തന്നു. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പത്രോസ് കർത്താവ് രാത്രി ഒരു പടകിൽ വലിയ പ്രശ്നമായിരുന്നു. അന്നേരം രാത്രിയുടെ 3-ാം യാമത്തിൽ 4-ാം യാമത്തിൽ കർത്താവ് കടലിൻ്റെ മുകളിൽ നടന്നു വന്ന് പൂത വാങ്ങുന്നവരോർത്തു. അല്ലെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് നീ ആണെങ്കിൽ എനിക്കും വെള്ളത്തിന് മുകളിൽ നടക്കണം. പത്രോസിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി നമ്മൾ ഇക്വേഷൻ കാണാൻ പോകും. കർത്താവ് പറഞ്ഞു കം, വരിക. കർത്താവിൻ്റെ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാനം, നീ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നെൻ്റെ അടുത്തേക്ക് വരിക. യു ക്യാൻ. പ്രോമിസ്. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് ദൈവം കൊടുത്തത്. കാരണം പത്രോസ് അറിയുന്ന ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ പറയുന്നത് സംഭവിക്കും എന്നുള്ള വിശ്വാസം തൻ്റെ ഉള്ളിലുണ്ട്. നേരത്തെ അത് പ്രഖ്യാപിച്ചത് അങ്ങ് ദൈവപുത്രനാണെന്നൊക്കെ പത്രോസ് തിരിച്ചിരിക്കുക. അതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ വാഗ്ദാനം അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുക. കം. ബാക്കി 11 പേർക്കും ഇത് അവൈലബിളാണ്. പക്ഷെ പ്രശ്നം, അവരാരും ഈ വിശ്വാസം ഈ വാഗ്ദാനത്തോട് മിക്സ് ചെയ്തില്ല. കാരണം അവർക്ക് അതിനുള്ള ഉറപ്പില്ല, ധൈര്യമില്ല. പക്ഷെ പത്രോസ് ഒരു എന്താ പറയുക, ഒരു തീവ്രവാദി ആയതുകൊണ്ട് പത്രോസിന് ഈ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണം. അപ്പോൾ പത്രോസ് തീരുമാനിച്ചു, ഓക്കെ, പറഞ്ഞേക്കുന്നത് കർത്താവ്. പ്രോമിസ് ഈസ് ദെയർ ഇൻ ദ എയർ. അന്തരീക്ഷത്തിൽ ആ പ്രോമിസ് ഉണ്ട്. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഞാൻ ചേർക്കേണ്ടത് എൻ്റെ വിശ്വാസം, അതിനോട് ഞാൻ ജോയിൻ ചെയ്യണം. എനിക്ക് കർത്താവ് വന്നിരിക്കുന്ന വിശ്വാസം ഞാൻ ഇതിനോട് ജോയിൻ ചെയ്തു. നമുക്കറിയാം അത്ഭുതം സംഭവിച്ചു അല്ലേ? വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു. അപ്പോൾ പ്രോമിസ് പ്ലസ് ഫെയ്ത്ത് ഈസ് ഈക്വൽ ടു മിറക്കിൾ. നടന്നില്ല. പിന്നെ എപ്പോഴാണ് ഇത് പോയത്? അങ്ങോട്ട് നടന്ന കൂട്ടത്തിലാണ് കർത്താവിൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി പത്രോസ് മുക്കുവൻ ഒരു വലിയ തിരമാല വരുന്നത് കണ്ടു. കർത്താവിൻ്റെ പുറയിലാണ് വരുന്നത്. കർത്താവ് ഇടയ്ക്ക് ഇരിക്കുക. വലിയ തിരമാല വരുന്നത് കണ്ടപ്പം പത്രോസ് മുക്കുവനായിട്ട് പത്രോസിന് കടലിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. പത്രോസ് ഭയപ്പെടണമെങ്കിൽ ഓർത്തണം അതുപോലെ വലിയൊരു തിരമാലില്ല. നമുക്ക് പറ്റുന്നൊരു പ്രശ്നമില്ല. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി ഇറങ്ങും, വാഗ്ദാനം കേട്ട് ധൈര്യമായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വേറെ എങ്ങോട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരമാല നമ്മുടെ ജീവിതത്തിൽ അടിക്കും. അതോടെ കാര്യത്തിനൊരു തീരുമാനം. പത്രോസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പത്രോസ് എന്ത് ചെയ്യുന്നറിയോ? ഈ കർത്താവിനേക്കാൾ വലുതാണ്, ഈ സൃഷ്ടാവിനേക്കാൾ വലുതാണ് ഈ തിരമാലയെന്ന് അങ്ങ് ചിന്തിച്ചു. ഇത് എന്നെ മുക്കും കർത്താവിനെ മുക്കും. കടലിലെ ഒരു മുക്കുവനാണെന്ന് ഓർത്തോളൂ. സാഹചര്യത്തിലോട്ട് നോക്കി, കർത്താവിൽ നിന്നും മുഖം മാറ്റി സാഹചര്യത്തിലോട്ട് നോക്കി. ഇതാ പത്രോസ് ചെയ്ത തെറ്റ്. പത്രോസ് മുങ്ങി. പക്ഷേ കർത്താവ് മുങ്ങി വെള്ളം കുടിക്കാൻ സംഭവിച്ചില്ല. അതിനുമുമ്പ് കൈ പിടിച്ച് ഉയർത്തി, നീ എന്തിനാ സംശയിച്ചത്? അല്പവിശ്വാസി, നീ എന്തിനാ സംശയിച്ചത്? സ്നേഹത്തിലൊന്ന് വഴക്ക് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്താ ആക്ച്വലി ഇവിടെ ചെയ്തതെന്നറിയോ? എന്നോടന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, പത്രോസ് വാഗ്ദാനത്തോടുകൂടി വിശ്വാസം മിക്സ് ചെയ്തിരുന്നു. സാഹചര്യം മോശമെന്ന് കണ്ടപ്പോൾ പത്രോസിൻ്റെ ഷെയറിങ് പിൻവലിച്ചു. ഫെയ്ത്ത്, പ്രോമിസ് പ്ലസ് ഫെയ്ത്ത് ആണല്ലോ മിറക്കിൾ. മിറക്കിൾ നടന്നുകൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല.
പത്രോസ് പേടിക്കായിരുന്നു മതിയായിരുന്നു. ഈസ് എ ക്രിയേറ്റർ, ഈ തിരമാലയും കടലിലെല്ലാം സൃഷ്ടിച്ച ക്രിയേറ്ററാണ് അവിടെ നിൽക്കുന്നത്. അവനെ മുക്കിയെങ്കിൽ മാത്രമേ എന്നെ മുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തെ. കാരണം ആ തിരമാലയുടെയും എൻ്റെയും ഇടയ്ക്ക് കർത്താവ് നിൽപ്പുണ്ട്. പലപ്പോഴും നമുക്കും ഇങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ സാഹചര്യം എത്ര മോശമാണെന്ന് ഓർത്തോളം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ കർത്താവുണ്ട്. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ, കർത്താവ് മുങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ മുങ്ങത്തുള്ളൂ, അല്ലെ കർത്താവ് അനുവദിക്കണം. പക്ഷെ നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. എന്താ? നമ്മളത് വിശ്വസിക്കുന്നില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? കർത്താവ് ഞാൻ എന്തോ കുഴപ്പം കാണിച്ചിട്ടാണോ? അങ്ങനെ നമ്മൾ വേവർ ചെയ്താൽ നമുക്കൊന്നും പ്രാപിക്കത്തില്ല. അപ്പോൾ പിടിയിട്ടില്ല. പ്രോമിസ് പ്ലസ് ഫെയ്ത്ത് ഇസ് ടു മിറക്കിൾ. അവിടെ നിന്ന് ഈ ഫെയ്ത്തിങ് മാറ്റിയാൽ മതി, മിറക്കിൾ അല്ലാതാവും. കർത്താവ് റെഡിയാണ്. കർത്താവിൻ്റെ വാക്ക് അവിടെയുണ്ട്, പ്രോമിസ് അവിടെ ഉണ്ട്. ബാക്കി 11 പേർക്ക് അനുഭവിക്കാൻ പറ്റാഞ്ഞേ അവരുടെ വിശ്വാസം ഇതുമായിട്ട് മിക്സ് ചെയ്തില്ല. ദേ കുഡന്റ് എക്സ്പീരിയൻസ് മിറക്കിൾ. 10 ദിവസം മിക്സ് ചെയ്തു, പക്ഷേ ഇടയ്ക്ക് വെച്ച് പിൻവലിച്ചു. ഈ ലോസ് മിറക്കിൾ. ഇനി അടുത്ത എക്സാമ്പിൾ അടുത്ത എപ്പിസോഡിൽ പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.